നമുക്കിതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ കിട്ടിയ ഒരു പാട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ ഉള്ള പാട്ടുകളിൽ നല്ല ഒരു പാട്ടാണ് ഈ പൂമാനമേ എന്നുള്ള ഒരു പാട്ട്. ആ സമയത്ത് 85 പ്രത്യേകിച്ചും അന്നത്തെ ആ ഒരു ശ്യാം സാറ്, പൂവച്ചൽ ഖാദർ, പിന്നെ നിറക്കൂട്ട് സിനിമ, അതായത് മമ്മൂട്ടി ഒരു പ്രത്യേക റോളില് ഫോട്ടോഗ്രാഫറിന്റെ റോളിൽ മാത്രമല്ല, അദ്ദേഹം ഒരു കൊലയാളി ആകേണ്ട സാഹചര്യത്തിൽ ജയിലിൽ കിടക്കുന്നു, മൊട്ടയടിച്ച് ജയിലിൽ കഴിയുന്നു, അവിടുന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ അത് ജോഷിയായിരുന്നു, ഡയറക്ടർ ജോഷിയായിരുന്നു അതിൻ്റെ സംവിധാനം. അതേപോലെ ജൂബിലി ആയിരുന്നു അതിൻ്റെ. അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള സിനിമാക്കാരിൽ ഒന്നായിരുന്നു ജൂബിലി പ്രൊഡക്ഷൻസ്. കാരണം ഇന്നത്തെ പോലെ എൻ്റെ ഇപ്പോൾ 2 കോടി രൂപയുണ്ട്, എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരായിരുന്നില്ല. അന്ന് കുറച്ച് സിനിമ കമ്പനികൾ, ഇപ്പം സെഞ്ച്വറി, സെന്റിനറി, പിന്നെ ജൂബിലി, മഞ്ഞുലാസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ, ഉദയ, അവർ മാത്രമേ സിനിമ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല തീം, നല്ല കഥകൾ, നല്ല ഡയറക്ടർമാർ, മ്യൂസിക് ഡയറക്ടർമാർ, അതുപോലെ ഫോട്ടോഗ്രാഫി എല്ലാം അങ്ങനെ നോക്കിയിട്ടായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒത്തിരി നല്ല പടങ്ങളും നല്ല സാരാംശം, കഥയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ, അങ്ങനെയുള്ള സിനിമകളായിരുന്നു.